മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മറ്റൊരു കലാകാരന്റെ നാടും അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ വീടും കാണിച്ചുകൊണ്ടാണ്. നമ്മളെ മലയാള സിനിമയിലെ വിഷാദ നായകൻ എന്നറിയപ്പെടുന്ന ഒരു നടനുണ്ട്, നമ്മുടെ സ്വന്തം വേണു നാഗവള്ളി. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ വീട് തിരുവനന്തപുരം തൈക്കാടുണ്ട്. അപ്പോൾ ആ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹം ഏറെ കാലം താമസിച്ചിരുന്ന ഒരു വീടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു കലാകാരനായിരുന്നു, റേഡിയോയിലൊക്കെ പണ്ട് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ വേണു നാഗവള്ളി സാറിൻ്റെ തൈക്കാടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു താമസിച്ചിരുന്ന വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാടാണ് കേട്ടോ. തൈക്കാട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. തൈക്കാട് ഞാൻ നേരത്തെ വന്നത് നമ്മുടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെയും അതേപോലെ MG ശ്രീകുമാറിൻ്റെയൊക്കെ വീട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാലാണ് MG ശ്രീകുമാർ സാറിൻ്റെയും MG രാധാകൃഷ്ണൻ സാറിൻ്റെയൊക്കെ വീട് വരുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഈ ഒരു വീടാണ് വേണു നാഗവള്ളി സാറിൻ്റെ ആ ഒരു പഴയ വീട്. സിറ്റിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പഴക്കമുള്ള വീട് എങ്ങും കാണാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരുപാട് നാൾ താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടാണ് നമ്മളീ കാണുന്നത്. ഞാനങ്ങനെ വേണു നാഗവള്ളി സാറിൻ്റെ വീട് തിരക്കി വന്നപ്പോൾ അയൽപക്കത്തൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ടൈമിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മിണ്ടാനൊന്നും പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തൈക്കാട് വരുമ്പോഴത്തേക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെയായിട്ട് നേരിട്ട് ഇടപാടൊന്നുമില്ല. അപ്പോൾ ഈ വീട്ടിൽ ചേട്ടൻ്റെ ഓപ്പോസിറ്റ് വർഷങ്ങളോളം താമസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ കണ്ടു പരിചയമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അങ്ങനെ ശരി. അപ്പോൾ ആ പ്രായമില്ലല്ലോ, അത്രയുള്ള പ്രായം. ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുക അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇരുന്നത് നാഗവള്ളി R.S. കുറുപ്പാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, വേണു നാഗവള്ളിയുടെ അച്ഛൻ. അദ്ദേഹം റേഡിയോയിലൊക്കെ പരിപാടിയുണ്ട്, ആൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഇദ്ദേഹം പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹമായിരുന്നു ശരിക്കും ഇവിടുത്തെ ടെനന്റ്. അന്ന് ഇവിടെ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. അന്ന് നാഗവള്ളി R.S. കുറുപ്പ് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് വേണു നാഗവള്ളി എന്ന് പുള്ളിക്ക് പേര്. അങ്ങനെ റേഡിയോയിൽ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ കൊച്ചുനാളിലിരിക്കുമ്പോൾ അങ്ങനെ മുടിയൊക്കെ നരച്ചുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. കറക്റ്റ് വാടകയ്ക്കായിരുന്നു എന്നുള്ളതാണ്. വാടകയ്ക്കാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ ആയിരുന്നു പുള്ളി പുതിയ താമസിച്ചുകൊണ്ടിരുന്നത്, വാടകയ്ക്കായിരുന്നു എന്നുള്ള ഇപ്പോഴും അറിയുന്നത്. പക്ഷെ ആ വീട് ഇപ്പോഴും ഇവിടെ പഴയത് അതേ കണക്ക് തന്നെ ഉണ്ട്. പഴക്കമുള്ള വീടാണ്, ഒരു 50-60 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു വീടാണ്. ചേട്ടനും അദ്ദേഹത്തിന് ഏകദേശം ഒരേ ഏജൊക്കെ ആയിരിക്കും. നമ്മളെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഈ വീട്ടിലാണ് വേണു നാഗവള്ളി സാറും കുടുംബമൊക്കെ താമസിച്ചിരുന്നത്. അപ്പോൾ നാഗവള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ്. നാഗവള്ളി R.S. കുറുപ്പ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. വേണു നാഗവള്ളി സാറിനെ കാട്ടി കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം റേഡിയോയിലൊക്കെ പരിപാടി അവതരിപ്പിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അറിയത്തില്ല, ഇവിടെ വന്ന് ഇപ്പോൾ ചേട്ടൻ പറയുമ്പോഴാണ് ഇതെല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുശേഷമാണ് വേണു നാഗവള്ളി സാറ് സിനിമയിലോട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു പഴയ വീടാണ്. എന്നിവിടെ ഈ സിറ്റിയിലോട്ട് നോക്കുമ്പോൾ നോക്കിയേ, ഇങ്ങനത്തെ ഒരു പഴയ വീട് എങ്ങും കാണാൻ പറ്റത്തില്ല. ഇത് 10-60 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു വീടാട്ടോ. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അടുത്ത് എവിടെയോ കണ്ടെയാണ് വേണു നാഗവള്ളി സാറിന് വീട് ഉണ്ടാവുക, ഇവിടെ വെച്ച് താമസിക്കുന്നതൊക്കെ വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല, ഇവിടെ കുറേ കൊല്ലം വാടകയ്ക്ക് താമസിച്ചു. ഈ വീട് ഇപ്പോഴും വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. തൊട്ട് പുറകിലായിട്ട് ഇതിൻ്റെ ഓണറുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ളൊരു വാടകയ്ക്ക് കൊടുക്കുന്നൊരു വീടും കൂടെയാണിത്. നിലവിൽ ഇവിടെയാണ് കുറേ നാൾ അവർ താമസിച്ചിരുന്നത്. പക്ഷേ വേറെ ഇവിടെ തിരക്കുമ്പോഴും വേണു നാഗവള്ളി സാറിന് വേറെ വീട് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ വീട് മാത്രം കാണിക്കുകയാണ്. കുറേ കൊല്ലം അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെയാണ് താമസിച്ചതെന്നാണ് ഞാൻ വേറൊരാളുമായിട്ടൊക്കെയാണ് തിരക്കുമ്പോൾ അറിയുന്നത്. ഞാൻ മാക്സിമം ഇവിടെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു, ഈ ഭാഗത്ത് എവിടെയെങ്കിലും വേണു നാഗവള്ളി സാറിന് വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ജവഹർ നഗറിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് അദ്ദേഹത്തിൻ്റെ തൈക്കാടുള്ള വീട്. കുറേ കാലം അദ്ദേഹം ഇവിടെയാണ് താമസിച്ചിരുന്നത്. സഹോദരിമാരൊക്കെ ചോദിക്കും, ആരാകണം, ആരാകണം ജീവിതത്തിൽ. എനിക്ക് എൻ്റെ അച്ഛനെ പോലാണ്. അത് അന്ന് മനസ്സിലാക്കി പറഞ്ഞാണോ എന്ന് അറിഞ്ഞില്ല. പക്ഷേ ഞാൻ ഏതാണ്ട് അച്ഛനെ പോലായി, അതാണ് സത്യം. ചെറുപ്പകാലത്ത് തന്നെ കളിച്ചു തീർക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഭൗജികമായി.
അല്ലാതെ ചെറുപ്പം ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് നേടാനാ? മലയാള സിനിമയിൽ വിഷാദ നായകൻ എന്നറിയപ്പെടുന്ന ഒരു നടനേ ഉള്ളൂ. അദ്ദേഹത്തിന് ആരും മറക്കാൻ വഴിയില്ല. അദ്ദേഹം നമ്മുടെ സ്വന്തം വേണു നാഗവള്ളി. ഇവന് എന്തൊരു ബോറിനാണിത് എന്നുള്ള രീതിയിലാണ് മലയാള സിനിമയിൽ ഒരുപാട് നല്ല രചനകൾ ചെയ്ത് മലയാള സിനിമയിൽ നല്ല കിടിലൻ കോമഡികളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയുള്ള കോമഡികളൊക്കെ എഴുതാൻ ചാൻസ് ഉണ്ടോ എന്ന് വരെ സംശയം തോന്നുന്ന ഒരു കിടിലൻ ഒരു പ്രതിഭയുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. മലയാള സിനിമയിൽ നല്ലൊരു രചയിതാവ് കൂടിയായിരുന്നു. ഒരുപാട് സിനിമകൾ അദ്ദേഹം തിരക്കഥാ സംഭാഷണം എഴുതിയിട്ടുണ്ട്. എന്നാൽ കഥ തിരക്കഥാ സംഭാഷണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് മാത്രം എഴുതിയിട്ടുള്ള ഒരു സിനിമയുണ്ട്. കിലുക്ക് എന്ന സിനിമയിലെ ആ ഒരു ഡയലോഗുകൾ ആരും തന്നെ മറക്കാൻ വഴിയില്ല. കിലുക്ക് എന്ന സിനിമയിലെ ജഗതി ശ്രീകുമാറിൻ്റെ കോമഡികൾ എല്ലാം നമുക്ക് കാണാപ്പാടമാണ്. അത് എത്ര തവണ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാനും വഴിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രം ഒരുപാട് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു സിനിമയാണ് കിലുക്കം എന്ന് പറയുന്നത്. കഴിക്കാൻ മേടിച്ചോണ്ട് വന്നാൽ മുഴുവൻ അവിടെ വായിലോട്ട് പോകുമല്ലായിരുന്നു. എനിക്ക് വിശക്കുന്നേ പറഞ്ഞ് കീറുമല്ലായിരുന്നു. അദ്ദേഹം മലയാള സിനിമയുടെ ഒരു മികച്ച കലാകാരൻ തന്നെയായിരുന്നു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം വേണു നാഗവള്ളി, വേറെ ഒരുപാട് സിനിമ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ കിലുക്കം എന്ന സിനിമ നമ്മൾ എത്ര തവണ കണ്ടാലും മടുപ്പില്ലാത്ത ഒരു സിനിമയാണ്. അദ്ദേഹം ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു കോമഡി ഫിലിമാണ്. പറയാൻ കണ്ട നേരം മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതിൽ ജഗതി ചേട്ടൻ്റെ ആ ഒരു തമാശകളൊന്നും ആരും മറന്നു കാണാൻ വഴിയില്ല. ആ ഡയലോഗുകൾ മൊത്തവും ആ സന്ദർഭങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് വേണു നാഗവള്ളിയാണ്. അത് എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഒരു മനുഷ്യൻ. സാധാരണ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തമാശ പറയുന്ന ആളാണെന്ന് നമുക്ക് തോന്നത്തില്ല. പല അവസരങ്ങൾ ഇട്ടിട്ട് ഞാൻ തൊട്ടിട്ടില്ല എൻ്റെ കാമുകി എന്ന് പറയുന്നത് അതൊരു അബ്സല്യൂട്ട് ട്രൂത്താണത്. അതിൻ്റെ പേരിൽ കാമുകീൻ്റെ അടുത്ത് പിണങ്ങി വരെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക സീരിയസ് ഉള്ള എന്നാൽ ഓവർ സീരിയസ് അല്ലാത്ത ഒരു നല്ല ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഏറ്റവും നല്ല ഒരു തിരക്കഥ സംഭാഷണം, ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റാണ് കിലുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമയൊന്നും ആരും മറക്കത്തില്ല. കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? അതിന് മുന്നേയും പല കഥയുകളൊക്കെ അദ്ദേഹം പല സിനിമയ്ക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് തൈക്കാടാണ് കുറേ നാൾ ജീവിച്ചത്. മലയാള സിനിമയിൽ വരുന്നതിന് മുന്നേയും അതേപോലെ മലയാള സിനിമയിൽ വന്നതിന് ശേഷവും. ഫിലിം മേക്കർ വേറെ, അച്ഛൻ വേറെ. പക്ഷേ അച്ഛന് രണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട്. അച്ഛന് രണ്ട് ബന്ധമൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. എല്ലാം ഒരു വ്യക്തിയാണ്. ഫിലിം മേക്കർ എന്നുള്ള തസ്തിക തന്നെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ജഡ്ജിയാണെങ്കിൽ ആസ് എ റൈറ്റർ ആൻഡ് ഡയറക്ടർ. കാരണം അച്ഛനെ തന്നെ അച്ഛനും പറയും എനിക്കൊരു എഴുത്തുകാരനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇത്രയും കാലമായി 35 കൊല്ലമായിട്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്നത് മോഹൻലാലിൻ്റെ ഡയറക്ടറായിട്ടാണ്.